ദേവിയാനി നയനയെ സ്നേഹിക്കുന്നത് കണ്ട് ആകെ കലിതുള്ളി നിൽക്കുകയാണ് അനാമിക. അനാമിക നയനയ്ക്കിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തിരിച്ചടിയായി അനാമികയ്ക്ക് തന്നെ ഏൽക്കുകയാണ്. അങ്ങനെ ആദർശൻ നയനയെ ഹണിമൂണിന് പോയിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് അനാമികയ്ക്കും ജലജയ്ക്കും ജാനകിക്കും ഒട്ടും സഹിക്കുന്നില്ല. അങ്ങനെ ജാനകി പറയുകയാണ്, ഏട്ടത്തി എന്താ അവളെ തലയിൽ വെച്ചിരിക്കുകയാണ്, ഇപ്പോൾ കണ്ടില്ലേ ഹണിമൂണിനെ രണ്ടിനെയും പറഞ്ഞു വിട്ടു, ഇതിലെന്തോ കാര്യമുണ്ട്, ഏട്ടത്തിയുടെ മനസ്സ് മാറാൻ അവൾ എന്തോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ജലജ. അത് കേട്ട് ജാനകിയും പറയുന്നുണ്ട്, അത് നേരാ, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഏട്ടത്തി ഹണിമൂണിനൊന്നും അവരെ പറഞ്ഞു വിടില്ല. അത് കേട്ട് അനാമികയും പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇതിനു മുമ്പ് അവർ ഹണിമൂണിന് പോയപ്പോൾ വല്യമ്മയ്ക്ക് എന്തെല്ലാം പ്രശ്നമായിരുന്നു. ഒരസുഖം വന്നു എന്ന് കരുതി മനുഷ്യർ എങ്ങനെ മാറുമോ? എന്തായാലും ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, അവൾ എന്തായാലും ഇങ്ങോട്ട് വരുമല്ലോ, അപ്പോൾ ഞാൻ അവൾക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കും. അത് കേട്ട് ജലജ പറയുന്നുണ്ട്, ഇനി വന്നിട്ട് അവൾക്ക് വല്ല വിശേഷവും ഉണ്ടായാൽ പറയുകയും വേണ്ട, ആ കാരണവരും കാരണവത്തെയും കൂടി അവൾക്ക് എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുക്കും. അത് നേരാ, അച്ഛനും അമ്മയും ആദർശിൻ്റെ കുഞ്ഞിന് സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കണം എന്ന് കരുതി തന്നെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ജാനകിയും പറയുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ജലജയും ജാനകിയും അനാമികയും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹണിമൂൺ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ആദർശൻ നയനി അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആദർശൻ നയനിയും വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ദേവയാനി. അങ്ങനെ ആദർശൻ നയനി വരുന്ന ദിവസം അവർക്ക് വേണ്ടി നല്ല ഫുഡൊക്കെ തയ്യാറാക്കി കാത്തിരിക്കുകയാണ് ദേവയാനി. അങ്ങനെ യാത്ര കഴിഞ്ഞ് വരുന്ന ആദർശിനെയും നയനെയും ദേവയാനി സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം ഈ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേഗം ഫ്രഷ് ആയിട്ട് വാ എന്നൊക്കെ ദേവയാനി പറയുകയാണ്. ദേവയാനിയുടെ വാക്കുകൾ കേട്ട് നയനയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഭക്ഷണമെല്ലാം വിളമ്പി നയനെയും ആദർശിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ദേവയാനി. അങ്ങനെ ദേവയാനി സന്തോഷത്തോടു കൂടി ആദർശിനും നയനയ്ക്കും ഭക്ഷണമെല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ജലജയ്ക്കും ജാനകിക്കും അനാമികയ്ക്കും ഒട്ടും സഹിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നയനിയുടെ പിറന്നാൾ വരുന്നത്. അങ്ങനെ നയനിയുടെ പിറന്നാൾ വരുന്നപ്പോൾ ദേവയാനി ചിന്തിക്കുകയാണ്, നയനയ്ക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം, എന്താണ് കൊടുക്കുക? അങ്ങനെ ആ കാര്യം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ജയൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ദേവയാനി ജയനോട് പറയുന്നുണ്ട്, ആ നയനിയുടെ പിറന്നാളാണ് അടുത്ത ദിവസം, അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണ്ടേ? ശരിയാണ് ദേവയാനി, അത് നയനമോൾക്ക് വലിയ സന്തോഷമാകും, നീ നിനക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഗിഫ്റ്റ് നയനമോൾക്ക് വാങ്ങി കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് ജയൻ. അങ്ങനെ ദേവയാനി നയനയ്ക്ക് നല്ല അടിപൊളി പട്ടുസാരി വാങ്ങി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനി രാവിലെ തന്നെ നയനിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് സന്തോഷത്തോടു കൂടി തന്നെ ആ ഗിഫ്റ്റ് നയനയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കേട്ട് നയന പറയുകയാണ്, ഇതെന്താ അമ്മേ രാവിലെ തന്നെ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട്, ഇന്ന് നിൻ്റെ പിറന്നാളല്ലേ, ഇനി പിറന്നാളായിട്ട് ഞാനൊന്നും തന്നില്ല എന്ന് വേണ്ട, ഇനി അതും ആദർശിനൊരു പരാതിയാകും. അനാമിക മോൾക്ക് വാങ്ങിയില്ലേ, എന്തുകൊണ്ടാണ് സ്വന്തം മരുമകൾക്ക് വാങ്ങി കൊടുക്കാത്തത് എന്ന് ചോദിച്ച് ആദർശ് വരും എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്കൊരു സാരി വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ദേവയാനി. ഇതെല്ലാം കണ്ട് ജാനകി വലിയ സന്തോഷമാകുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ജാനകിയും ജലജയും അനാമികയും. അനാമികയ്ക്ക് ഇതെല്ലാം കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അതേസമയം ദേവയാനി പറയുകയാണ്, ഇത് നല്ല വിലപിടിപ്പുള്ള സാരിയാണ്, ഇത്രയും വിലയുള്ള സാരി നീ ഇതുവരെ എടുത്തിട്ടുണ്ടാവില്ല, കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, ഈ സാരിക്ക് 2 ലക്ഷം രൂപ വിലയുണ്ട്. അത് കേട്ട് ഞാൻ പറയുന്നുണ്ട്, ഇത്രയും വിലയുള്ള സാരിയൊന്നും എനിക്ക് വേണ്ട, ഇതെല്ലാം എടുത്ത് ഞാൻ എങ്ങോട്ട് പോകാനാ, ഞാൻ സാധാരണ സാരികളാണ് വാങ്ങാറുള്ളത്, അമ്മ എന്ത് തന്നാലും എനിക്ക് സന്തോഷമാണ്, പക്ഷേ ഇത്രയും വിലപിടിപ്പുള്ള സാരിയൊന്നും എനിക്ക് വേണ്ട, ഇത്രയും വിലയുള്ള സാരി ഞാൻ ഇതുവരെ എടുത്തിട്ടുമില്ല, ഇതുവരെ നീ എടുത്തിട്ടുണ്ടാവില്ല, പക്ഷേ ഇനി മുതൽ എടുക്കണം, എൻ്റെ മരുമകൾ ഇനി മുതൽ ഇതുപോലുള്ള സാരികൾ എടുത്ത് എനിക്ക് കാണണം എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞത് നിനക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? അത് കേട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അനാമിക. അനാമികയ്ക്ക് ഇതെല്ലാം കേട്ട് ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അനാമിക സ്വയം പറയുകയാണ്, 2 ലക്ഷം രൂപ വിലയുള്ള സാരി ഒരു യോഗ്യതയുമില്ലാതെ കയറി വന്ന അവൾക്ക് ബാക്കിയുള്ളവർക്ക് ഒരു സമ്മാനം പോലും അവർ തരുന്നില്ല, ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അനാമിക സ്വയം അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനി നയനയോട് പറയുന്നുണ്ട്, മോളെ നീ വേഗം പോയി ആ സാരി എടുത്തിട്ട് വാ. അങ്ങനെ നയന റൂമിൽ പോയിട്ട് ദേവയാനി കൊടുത്ത സാരി എടുത്തിട്ട് വരുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശി ഇതെല്ലാം കണ്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. മോളെ ഈ സാരി എടുത്തിട്ട് നിനക്ക് നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ മുത്തശ്ശി നയനയോട് പറയുകയാണ്. ആ സമയം ഞാൻ സന്തോഷത്തോടു കൂടി പറയുകയാണ്, മുത്തശ്ശി ഇതെനിക്ക് അമ്മ വാങ്ങി തന്ന സാരിയാണ്, അതെടുത്തിട്ടാണ് ഇത്രയും ഭംഗി എന്നൊക്കെ നയന പറയുകയാണ്. അത് കേട്ട് മുത്തശ്ശൻ പറയുകയാണ്, ദേവയാനി വാങ്ങിക്കൊടുത്ത സാരിയാണ് ഇത്, എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. അത് കേട്ട് മുത്തശ്ശിയും പറയുന്നുണ്ട്, എൻ്റെ മോളിന്ന് ദേവതയെ പോലെ സുന്ദരിയായിട്ടുണ്ട്. അങ്ങനെ നയന ദേവയാനി വാങ്ങിക്കൊടുത്ത സാരി മടക്കി അലമാറയിൽ വെക്കുന്നുണ്ട്. ആ സമയം അനാമിക അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഇതുവരെ ഇത്രയും വിലയുള്ള സാരി കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല, ഒരു യോഗ്യതയുമില്ലാതെ കയറി വന്ന നയനയ്ക്ക് അവർ ഇത്രയും വിലയുള്ള സാരി വാങ്ങിക്കൊടുത്തിരിക്കുന്നു, എന്തായാലും ആ സാരി നശിപ്പിച്ച് കളയണം. അങ്ങനെ അനാമിക നയനയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. റൂമിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ അലമാറ തുറക്കുകയാണ് അനാമിക.
അങ്ങനെ അലമാര തുറന്നിട്ട് സാരി നോക്കുകയാണ്. ഏത് സാരിയാണ്, എവിടെയാണ് അവൾ അത് കൊണ്ടുവച്ചിരിക്കുന്നത്? എന്തായാലും ആ സാരി എനിക്ക് വേണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അലമാരയിൽ നിന്ന് എല്ലാ സാരികളും കട്ടിലേക്ക് വലിച്ചിടുകയാണ് അനാമിക. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. അനാമിക അലമാരയിൽ നിന്ന് എന്തൊക്കെയോ വലിച്ചിടുന്നതാണ് നവ്യ കാണുന്നത്. അങ്ങനെ നവ്യ അതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്തായാലും ഇത് നയനെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ നവ്യ നയനയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അവൾ ചെയ്ത കാര്യം വല്യമ്മയെ അറിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ഇപ്പോൾ തന്നെ ആ കാര്യം വല്യമ്മയോട് പറയാം എന്നൊക്കെ നവ്യ പറയുകയാണ്. അങ്ങനെ നയന ചെന്നിട്ട് വിളിക്കുകയാണ് ദേവയാനിയെ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതേ കണ്ടോ അമ്മേ, അമ്മ തന്ന സാരി ആ അനാമിക വൃത്തികേടാക്കി. അവൾക്ക് വേണമെങ്കിൽ ആ സാരി എന്നോട് ചോദിക്കാമായിരുന്നില്ലേ? അവൾ എന്തിനാണ് ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ നയന പറയുകയാണ്. അത് കേട്ട് പരിഭ്രമത്തോട് കൂടി ദേവയാനി ചോദിക്കുകയാണ്, അനാമിക എന്താണ് ചെയ്തത്? അവൾ കാണിച്ചത് എന്താണെന്ന് ഞാൻ വല്യമ്മയ്ക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറയുകയാണ് നവ്യ. അത് കേട്ടുകൊണ്ട് അനാമിക അങ്ങോട്ട് വരുന്നുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ഇവരുടെ സാരിയൊന്നും വേണ്ട. ആ സമയം ദേവ്യാനിയെ കാണിച്ചു കൊടുക്കുകയാണ് നവ്യ ആ വീഡിയോ കണ്ടപ്പോൾ ദേവ്യാനി ആകെ ഞെട്ടിത്തിരിക്കുന്നുണ്ട്. തുണിയെല്ലാം വാരി വലിച്ചിടുകയും ആ സാരി നിലത്തിട്ട് ചവിട്ടി ആകെ അലങ്കോലമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അനാമിക. ഇത് കണ്ട് ദേവ്യാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്താ അനാമിക നീ ചെയ്തത്? ഈ വീഡിയോയിലുള്ളതെല്ലാം നീ കണ്ടില്ലേ? ഇതെന്താണ് നീ കണ്ടോ? എന്ത് കേൾക്കുമ്പോൾ അനാമിക ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ ദേവ്യാനി അനാമികയോട് ചോദിക്കുന്നുണ്ട്, ആ തുണിയെല്ലാം വാരി വലിച്ചിട്ട് നീ തന്നെയല്ലേ? അത് ഞാനാണ് വല്യമ്മേ, അത് സാരി നോക്കാൻ വേണ്ടിയിട്ട്. എന്ന് സാരി നോക്കാൻ? നിനക്ക് വേണമെങ്കിൽ നിനക്ക് ചോദിക്കാമായിരുന്നു. ഒരാളുടെ റൂമിൽ കയറി തുണിയെല്ലാം വാരി വലിച്ചിട്ട് ആകെ അലങ്കോലമാക്കുന്നത് നല്ല സ്വഭാവമല്ല. ഇത് വളരെ മോശമായ സ്വഭാവമാണ് അനാമികയെ. ഇങ്ങനെയൊക്കെ കാണിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി എന്നൊക്കെ ദേവ്യാനി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദേവ്യാനി പറയുന്നുണ്ട്, ആ റൂം നീ വൃത്തികേടാക്കിയില്ലേ, അതുപോലെ തന്നെ ആ റൂം നീ വൃത്തിയാക്കണം. ആ റൂമിൽ നീ ചവിട്ടി ഡ്രസ്സെല്ലാം അലക്കി നല്ല വൃത്തിയായിട്ട് മടക്കിയിട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട് ദേവ്യാനി. അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, അത് വല്യമ്മേ ഞാൻ അലക്കണോ? അത് വൃത്തിയാക്കി മടക്കിയിട്ടാൽ പോരെ? അത് പറ്റിയില്ല, നീ ചവിട്ടിയപ്പോൾ ഡ്രസ്സെല്ലാം ചെളിയായിട്ടുണ്ടാവും, എന്തായാലും അലക്കണം. അനാമികയാണെങ്കിൽ ആ ഒരു പണി കിട്ടിയതുപോലെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്.